ഇടവേള ബാബു എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്റെ idavelababu.com വെബ്സൈറ്റ് വരും, അല്ലെങ്കിൽ ഞാൻ പല ചാനലുകളിലും കൊടുത്തിട്ടുള്ള നല്ല ഇന്റർവ്യൂകൾ വരും. എല്ലാം പോസിറ്റീവായിട്ടുള്ള വാർത്തകളായിരുന്നു അതിൽ വരുന്നത്. പക്ഷെ ഇപ്പോ അതില് അടിച്ചാൽ വരുന്നത് സ്മഗ്ലിംഗ് കേസുമായി ബന്ധപ്പെട്ട ഇടവേള ബാബുവിന്റെ പേരാണ്. അത് മാത്രമേ ഉള്ളൂ. മറ്റേതും ഉണ്ട്, അതിന്റെ കൂടെ ഇതും ഉണ്ട്. പക്ഷെ അതൊരിക്കലും എന്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അറിഞ്ഞുകൊണ്ടായാലും അല്ലെങ്കിലും സ്വർണ്ണക്കടത്ത് കേസ് പ്രതി നബീലിന്റെ ഫ്ളാറ്റിൽ താങ്കൾ പോയി. എന്തിനു പോയി? തീർച്ചയായിട്ടും ഇത് നബീലിന്റെ ഫ്ലാറ്റ് ആണെന്നോ എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോകുന്നത്. ഞാൻ എന്റെ ഡയറക്ടർക്ക് അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോകുന്നു. അത് നബീൽ എന്ന് പറഞ്ഞ സുഹൃത്താണെന്ന് പരിചയപ്പെടുന്നത്. പിന്നീടാണ് ഇതെല്ലാം കഴിയുമ്പോഴാണ് അറിയുന്നത് ഈ നബീലാണെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റേ പയ്യനാണ് ഇതിലെ മുഖ്യ പ്രതികൾ എന്ന് നമ്മൾ അറിയുന്നത്. നബീലിന് ഇപ്പോഴും അവർക്ക് പിടികിട്ടിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇവര് സ്വാഭാവികമായിട്ട് ഇതിന്റെ എല്ലാ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് ഈ ഫ്ലാറ്റിലുള്ള റെക്കോർഡ്സ് ആണ് എന്റെ പേര് കിട്ടുന്നത്. അതിനുശേഷം ഈ പേരെല്ലാം എഴുതി വെച്ചിട്ടാണ് അവിടെ പോയത്. എന്റെ ഫോൺ നമ്പർ, 2 ഫോൺ നമ്പറും എന്റെ പേരും കൃത്യമായിട്ട് എഴുതിയിട്ടാണ് ഞങ്ങൾ പോയ. ഇൻ സമയമുണ്ട്, ഔട്ട് സമയമുണ്ട് അതില്.